ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു പായസം തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. ഒരു ചെറുപയർ പായസമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള പായസമാണ്. അപ്പോൾ വളരെ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാൻ ചവ്വരി ചെറുപയർ പായസമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം ചവ്വരി ഞാൻ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് ഉണ്ട്. അതേ സെയിം അളവിൽ തന്നെ ചെറുപയറും വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൂടാതെ തന്നെ 1 കപ്പ് ശർക്കരയുണ്ട്. ഇത് അഴുക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉരുക്കി അരിച്ചെടുക്കാഞ്ഞത്. നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിലൊരു പായസം തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് കൊടുത്തു. 1 നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക. നമുക്ക് വേവാൻ ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലാണ് ചേർക്കുന്നത്. ഇടയ്ക്ക് പാല് കട്ട പിടിച്ചത് കൊണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ ഇരുന്ന് കട്ട പിടിച്ചതാണ്. അപ്പം ഞാൻ ആകെ എടുത്തിരിക്കുന്നത് ഇവിടെ 1 ലിറ്റർ പാലാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ പായസമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലേ നമ്മൾ ഇരുന്ന് ഈ പായസം കുറുകി പോവും. ബാക്കി 1/2 ലിറ്റർ പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പായസം തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ജസ്റ്റ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചവ്വരി ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ ഇതണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.